എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നു. ഒരു 2-2.5 ആഴ്ചത്തോളമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്നിപ്പോൾ റെസിപ്പിയൊന്നും നമ്മൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ചുമ്മാ നിങ്ങളായിട്ട് കുറച്ച് വർത്താനമൊക്കെ പറയാമെന്ന് ഓർത്താണ് ഇന്ന് നമ്മൾ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചായിട്ട് നമ്മൾ റെപ്പിറ്റേറ്റീവായിട്ട് വീഡിയോസ് ചെയ്തപ്പം നമ്മൾ ഇടയ്ക്ക് വെക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബാക്ക് ടു ബാക്ക് വീഡിയോസ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് മോണോട്ടോണസ് ആയി തോന്നി. നമ്മളിങ്ങനെ റെഗുലറായിട്ട് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു, ടാഗ് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു. സോ മൊത്തത്തിൽ നമ്മുടെ ഓഫീസിൻ്റെ കാര്യങ്ങളും പിന്നെ വീഡിയോയുടെ കാര്യങ്ങളും എല്ലാം കൂടെ എനിക്കൊരു ഒരു മോണോട്ടണി അടിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഓർത്തു ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് നമ്മൾ ചെയ്യാനുള്ളൊരു സംഭവമായിട്ടല്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അപ്പം ഞാൻ ഓർത്തൊരു ചെറിയ ബ്രേക്ക് എടുക്കാം, എന്നിട്ട് നമുക്ക് മനസ്സുകൊണ്ട് ഫുള്ളി ഇത് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളപ്പോൾ വീഡിയോ ഇടാം എന്നോർത്ത് ചെറിയൊരു ബ്രേക്ക് എടുത്തു. സോ ദാറ്റ് ഐ ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ്. കാരണം നമ്മൾ ഓഫീസിൽ നമ്മൾ ജോലി ചെയ്യുന്നു. നമുക്കിപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ജോലി ചെയ്യണം. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഹോബി പോലെ ടു ഡു സംതിങ് ദാറ്റ് മേക്സ് മീ ഹാപ്പി ആൻഡ് പീപ്പിൾ അറൗണ്ട് മീ ഹാപ്പി, അതിനാണ് നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് പറയുമ്പോൾ നമ്മളിതെങ്ങനെ തുടങ്ങി, നമ്മൾ എല്ലാവരും പോലെ കുറേ ആൾക്കാരെ പോലെ തന്നെ നമ്മൾ ആ കോവിഡ് ടൈമിൽ ഒരുപാട് സ്പേസ് ഉണ്ടായപ്പം, ഒരുപാട് ടൈം ഉണ്ടായപ്പോഴാണ് ഇതുപോലെ വളരെ ഇമ്പൾസീവായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ചാനലാണ്. നമ്മളിങ്ങനെ കുക്ക് ചെയ്തു, വീഡിയോ ഇട്ടു, കുറച്ച് കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുത്തു. സോ ഇറ്റ് വാസ് ഫൺ. ആ ചെയ്ത പ്രോസസ്സും അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ അപ്ലോഡ് ചെയ്ത് ആൾക്കാരുടെ കമൻസ് കേൾക്കാനും എല്ലാം കൂടെ, പിന്നെ നമ്മളെ തന്നെ സ്ക്രീനിൽ കാണാനും, ഇടയ്ക്ക് ഞാൻ പിള്ളേരെയൊക്കെ വീഡിയോയിലിടും. അപ്പോൾ അതൊക്കെ കാണാനൊരു ഭയങ്കര രസമായിരുന്നേ. അപ്പോൾ അങ്ങനെ അതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയതാണ്. അങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അപ്പോൾ എനിക്കറിയാം, എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ തന്നെ ചില യൂട്യൂബേഴ്സ് ഉണ്ട്. ദേ പുട്ട് വീഡിയോസ് എവറി സിംഗിൾ ഡേ, ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട്. അപ്പോൾ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കങ്ങനെ എന്നും യൂട്യൂബ് വീഡിയോസൊന്നും ഇടാൻ എന്തായാലും പറ്റൂല എന്നറിയാം, എൻ്റെ ഒരു ജോലിയും പിള്ളേരും സ്കെഡ്യൂളൊക്കെ അനുസരിച്ചിട്ട്. അപ്പോൾ പക്ഷെ എന്നാലും വാട്ട് ദിസ് ചാനൽ ഇസ് ഫോർ മീ ഈസ് എ സ്പേസ് ഫോർ മീ ടു do something I want, something that makes me happy, something I can have fun it while doing. അപ്പോൾ നമ്മുടെ റെഗുലർ വർക്ക് ലൈഫിൽ നിന്ന് കുറച്ച് എന്തെങ്കിലും ഫണ്ണായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമാണ് എനിക്ക് യൂട്യൂബ് ചാനൽ. അതുകൊണ്ടാണ് ഞാൻ ഈയിടെ ആയിട്ട് എനിക്ക് ഒരു മടുപ്പ് തുടങ്ങിയപ്പോഴത്തേക്ക് ഐ തോട്ട് നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കണം. കാരണം ദ ഹോൾ ഐഡിയ ഓഫ് യൂട്യൂബ് ചാനൽ ഇസ് ടു ഹാവ് ഫൺ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് നമ്മളിപ്പോൾ ഇന്ന് വീഡിയോ ഐ തോട്ട് ഐ ചിറ്റ്-ചാറ്റ് വിത്ത് യു. അപ്പോൾ ഞാൻ ഓർത്തു ഇന്നിപ്പോൾ നമുക്കങ്ങനെ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും സമയം ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് വീഡിയോസിൽ വരുന്ന കമൻസ് ഒക്കെ കുറച്ച് വായിക്കാം, കൂട്ടത്തിൽ നിങ്ങളോട് കുറച്ച് വർത്താനമൊക്കെ പറയാം. ശരിക്കും പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഒക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും വലിയ രസം വീഡിയോ കഴിഞ്ഞ് വരുന്ന കമൻസ് വായിക്കാനായില്ല. ചില കമൻസ് ഒക്കെ ഭയങ്കര കോമഡി ആയിരിക്കും. അതിൽ ചിലതെല്ലാം ഞാനങ്ങനെ സ്പെസിഫിക്കലി നോട്ട് ചെയ്തില്ല. ഞാനിപ്പോൾ ഒന്ന് ബ്രൗസ് ചെയ്ത് പോകുമ്പോൾ എനിക്ക് ഇഷ്ടമായത് ചിലതൊക്കെ വായിക്കുവാണേ. ഒരു ശിവരാമകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന യു ഡു പ്രിപ്പറേഷൻ ഓഫ് ഈച്ച് റെസിപ്പി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വിത്ത് പ്രോപ്പർ എക്സ്പ്ലനേഷൻ, താങ്ക് യു ഫോർ അപ്ലോഡിങ് വീഡിയോസ്. ക്ലിയർ ആയില്ലല്ലോ എന്ന് പറയുന്നു ഏതോ ഒരു റെസിപ്പി ചെയ്തത്. ജിനീഷ് നൈസ്, ജോജോ തോമസ് ഇസ് സെയിങ് നൈസ്, ദിബിൻ ഭാസ്കർ ഇസ് സെയിങ് വാവ്, മുഹമ്മദ് അഹമ്മദ് സിംഗ്, ഉമൽ ക്വീൻ ഷെയ്ഖ സലൂൺ UAE കേസ്. എവിടെ പോകുന്നു? ഞാൻ ഒരു ചിരവക്കഥ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടുണ്ടായി. അപ്പോൾ അതിൽ ഒരാൾ ചോദിച്ചിരിക്കുക, ജോ തോമസ് എവിടെ പോകുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു അതാണല്ലോ കഥ, ഇത് നമ്മുടെ വീഡിയോയുടെ കഥ, നമ്മൾ എവിടെ പോകണല്ലോ എന്നാണല്ലോ. വാവാ ക്യൂട്ട് ജെസിക്കനെ. പിന്നെ ഒരു ബ്ലാക്ക് ഫ്രൈഡേ ഷോപ്പിങ്ങിന് ഹാപ്പി ഷോപ്പിംഗ് ചളി എന്നിട്ടിരിക്കുക. നമ്മുടെ മിക്ക വീഡിയോസിനും കമൻറ്റ് ചെയ്യുന്ന 2-3 പേരുണ്ട്. ധന്യ, പ്രദീപ്, ജിനേഷ്, അവരോടൊക്കെ താങ്ക് യു. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് തകർത്തു, ഈസി പീസി ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ 1-2 പേര് ഹോം ടൂർ ചെയ്യുക, പിന്നെ ഡേ ഇൻ എ ലൈഫ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ചെയ്യാം കേട്ടോ, അത് പ്ലാൻ ഉണ്ട് മനസ്സിൽ, ഒരിക്കൽ നമ്മളങ്ങനെ ചെയ്യാനായിട്ട്. പിന്നെ കുറേ പേര് മെസ്സേജസ് അയക്കും. മെസ്സേജസിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ അപ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ എല്ലാവർക്കും ഒരു സങ്കടം പോലെയൊക്കെയാണ്. അപ്പോൾ അതെനിക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തുടക്കത്തിൽ ഞാൻ ട്രൈ ചെയ്തു ഈച്ച് മെസ്സേജിന് റിപ്ലൈ ചെയ്യാമെന്നൊക്കെ ഓർത്തിട്ട്.
പക്ഷെ അത് പിന്നെ പിണക്കമാവാൻ തുടങ്ങി. അതായത് ഞാൻ ഇന്നലെ അയച്ചതാ, ഇപ്പം എന്താ ഇതുവരെയായിട്ട് റെസ്പോണ്ട് ചെയ്യാഞ്ഞേ, അങ്ങനെയൊക്കെ. കാരണം ഞാനാണെങ്കിൽ ജോലിയുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാവരുടെയും എൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈച്ച് മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യുന്ന ബുദ്ധിമുട്ടായി വന്നു തുടങ്ങുമായിരുന്നു. അപ്പം കൂടുതലായിട്ടും കമൻസിന് റെസ്പോണ്ട് ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് വായിക്കാനും നല്ല രസമാണ്. മെസ്സേജസ് വരുന്നതിൽ എന്തെങ്കിലും ഇതുപോലെ റിക്വസ്റ്റ് വീഡിയോസൊക്കെ ചോദിക്കുന്നത് നോട്ട് ചെയ്ത് വെക്കാറുണ്ട്, അത് പിന്നീട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് യൂട്യൂബിനെക്കാട്ടിലും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അത്യാവശ്യം കൂടുതൽ സപ്പോർട്ട് കിട്ടാറുണ്ട്. അപ്പോൾ അതിൽ ചിലർ നമ്മളിങ്ങനെ പിക്ചേഴ്സൊക്കെ ഇടുമ്പോൾ ഒരുപാട് നല്ല കമൻസൊക്കെ കിട്ടും. ഇറ്റ്സ് റിയലി നൈസ്. ഒരാൾ ചോദിക്കുക ദുബായിൽ എവിടെയാണ്? ദുബായിൽ ഞങ്ങൾ അൽബർഷ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. വെരി ബ്യൂട്ടിഫുൾ പിക്ചർ, നൈസ് വ്യൂ. പിന്നെ ചിലതൊക്കെ വായിക്കാൻ എനിക്ക് ചമ്മലാട്ടോ. എന്നെ പുകഴ്ത്തി പറയുന്നതൊക്കെ എനിക്ക് വായിക്കാൻ ചമ്മലാണ്. എന്നാലും കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. ഈ ധന്യാജി പിള്ളയുടെ കമൻസ് കാണാൻ വായിക്കാൻ നല്ല രസമാണ്. എപ്പോഴും ഒരു ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള വൈബുള്ള കമൻ്റ് ആയിരിക്കും പുള്ളിക്കാരി ഇടുക. ഇപ്പോൾ നമ്മൾ മുഷ്രിഫ് പാർക്കിൽ പോയ വീഡിയോയ്ക്ക് ഗുഡ് ഫ്രണ്ട്സ്, ഗുഡ് ഫുഡ്, ഗുഡ് മൂഡ്, ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ, അങ്ങനെയൊക്കെയുള്ള കമൻസൊക്കെ പുള്ളിക്കാരി ഇടാറുണ്ട്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാറുണ്ട്. ഒരാളിട്ടിരിക്കുക ഒരുപാട് ഉടുപ്പുകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി, റെസിപ്പി അടിപൊളിയായിട്ട് ഇട്ടാൽ പുള്ളി സബ്സ്ക്രൈബ് ചെയ്യും. ഒരുമാതിരി കോമാളിത്തരം കാണിക്കരുത്. അതിപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇങ്ങനെ നമ്മൾ പല ദിവസം ഇട്ട റെസിപ്പീസിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്പിംഗ് എടുത്തിട്ട് അപ്പോൾ ആ ദിവസങ്ങളിലിട്ട ഉടുപ്പാണല്ലോ നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ ഓരോ ക്ലിപ്പിന് വേണ്ടിയിട്ട് പല ഉടുപ്പ് ഇട്ടുകൊണ്ട് വന്നതൊന്നുമല്ല. അത് പല ദിവസമായിട്ട് ഇട്ട ഉടുപ്പിൻ്റെ ക്ലിപ്പിങ്ങിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്പ് ഇങ്ങനെ കമ്പൈൽ ചെയ്ത് നമ്മളൊരു വീഡിയോ ആയിട്ട് ഇറക്കിയതാണ്. നല്ലത് കോമഡിയായിരുന്നു. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കമൻസൊക്കെ വരും കേട്ടോ. അതായത് നമ്മളെ ഭയങ്കരമായിട്ട് കളിയാക്കിക്കൊണ്ടും വഴക്ക് പറഞ്ഞു ഭയങ്കര ദേഷ്യത്തിലൊക്കെ കമൻറ്റൊക്കെ വരും. വളരെ കുറവാണ്, എല്ലാവരും നല്ലതൊക്കെയാണ് പറയുക. എന്നാലും എനിക്ക് എല്ലാ തരം കമൻറ്റും ഹാപ്പിലി വെൽക്കം. എല്ലാവർക്കും നമ്മളൊരു പബ്ലിക് ചാനലിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ അതിൽ പലതരം കമൻറ്റ് വരും. അതിനൊക്കെയുള്ള ഫ്രീഡം എല്ലാവർക്കും ഉണ്ട്. അതൊക്കെ അതിൻ്റെ സ്പിരിറ്റിൽ ഞാനങ്ങ് എടുക്കും. ഏതോ ഒരു വീഡിയോ ഇട്ട് ദിസ് ഇസ് എന്നാ സച്ച് എ ടൈം വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്നാ കമൻറ്റ് വന്നിട്ടുണ്ടായി ഇതുപോലെ തന്നെ. പിന്നെ ബാക്കി എല്ലാവരും കുറേ സ്വന്തം കൂട്ടുകാർ തന്നെയാണെങ്കിലും പിന്നെ കുറേ പേരുണ്ട് ഇങ്ങനെ എന്തെങ്കിലും തമാശയായിട്ട് കളിയാക്കി എന്തെങ്കിലും കമൻറ്റൊക്കെ പറയുന്നത്. ഇപ്പോൾ ഒരു വീഡിയോയിലുണ്ടായിരുന്നു വെൽവെറ്റ് കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണോ വെൽവെറ്റ് ചിക്കൻ എന്ന് പറഞ്ഞ് പേരിട്ട് അങ്ങനെയൊക്കെ വരുന്നൊക്കെ ചോദിച്ചിട്ട്, അങ്ങനെയുള്ള കുറേ കുസൃതി സംസാരങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറേ കമൻസൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ പലതരത്തിലുള്ള കമൻറ്റ് വരാറുണ്ട്. തമാശ വരാറുണ്ട്, ദേഷ്യത്തിൽ വരാറുണ്ട്. പിന്നെ കുറേ പേര് ചുമ്മാ തംസപ്പ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വളരെ കമ്മിറ്റഡ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കമൻറ്റ്സ് ഇടുന്നവരുണ്ട്. അപ്പോൾ എല്ലാ തരം ആൾക്കാർക്കും താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മൈ ചാനൽ. ഞാനങ്ങനെ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസൊന്നും ഇടാറില്ലെങ്കിലും ഞാൻ ചെയ്യുന്ന വീഡിയോസ് ലൈക്ക് ഒരുപാട് ഇൻട്രസ്റ്റോടെ സന്തോഷത്തോടെയാണ് ഇടാറ്. അപ്പം അങ്ങനെ കമ്മിറ്റഡ് ആയിട്ട് ഞാൻ എന്നും ചിട്ടയായിട്ടൊന്നും വീഡിയോ ഇടാത്തതുകൊണ്ട് ലൈക്ക് യു ഹാവ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് എൻ്റെ ചാനൽ കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ, ഇഫ് ദർ ഇസ് എനി ടേക്ക് അവേ ഔട്ട് ഓഫ് ഇറ്റ്, എന്തെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അതിപ്പോൾ സന്തോഷമാവട്ടെ, ചുമ്മാ ടൈം പാസ് ആവട്ടെ, എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഫോർ റെസിപ്പീസ് ആവട്ടെ, ഇഫ് ദർ ഇസ് എനിത്തിങ് ദാറ്റ് യു ലൈക്ക് from it, do subscribe. Otherwise there are like thousands and millions of channels out there. So anyways, ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടിനും, എല്ലാവരുടെയും ലൈക്കിനും സബ്സ്ക്രൈബിങ്ങിനും ഷെയറിങ്ങിനും കമൻസിനും എല്ലാത്തിനും ഒരുപാട് താങ്ക് യു. നമുക്കപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. അതുവരെ എവരിബഡി ടേക്ക് കെയർ, ബി ഹാപ്പി, ബൈ.